കൊല്ലം സുധി എന്ന കലാകാരന്റെ മരണശേഷം നിരന്തരം വിവാദങ്ങളിൽപ്പെടുന്ന വ്യക്തിയാണ് സുധിയുടെ ഭാര്യ. കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ രേണുവിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കൊല്ലം സുധിയുടെ യഥാർത്ഥ രണ്ടാം ഭാര്യയാണ്. അവർ പറയുന്നത് താനാണ് സുധി യഥാർത്ഥത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ എന്നാണ്. ആദ്യ ഭാര്യയായ ശാലിനിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷം സുധി രേണുവിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ശാലിനിയും പിന്നീട് മറ്റൊരു വിവാഹം ചെയ്തു. എന്നാൽ പിന്നീട് അവർ മരണപ്പെട്ടു. മകൻ കിച്ചുവിനെയും കൊണ്ട് സ്നേഹിച്ച ആൾക്കൊപ്പം ശാലിനി പോയപ്പോൾ കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരികെ വാങ്ങുകയായിരുന്നു സുധി എന്നാണ് രേണു ഇതേക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത്. ശാലിനി പോയ കാര്യം വീട്ടിൽ ഒരു മാസത്തോളം സുധി പറഞ്ഞിരുന്നില്ല എന്നും രേണു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പുതിയ ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നത്. വിവാദങ്ങളിലേക്ക് കടന്നു വരാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും രേണു തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. രേണു കാരണമാണ് ഞങ്ങളുടെ ബന്ധം തകർന്നതെന്നും റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ ഓഡിയോ അഭിമുഖത്തിൽ ഈ യുവതി അവകാശപ്പെടുന്നുണ്ട്. കൊല്ലം സുധി രേണുവിന് മുൻപ് വിവാഹം കഴിച്ചത് തന്നെയായിരുന്നുവെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഈ യുവതി പറയുന്നത്. പലർക്കും എന്നെ അറിയാമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. രേണുവിനെ ഏതെങ്കിലും തരത്തിൽ നാണം കെടുത്തണമെന്നോ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ തനിക്ക് ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു പറയുന്നത് എന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. 2012 സുധി തന്നെ നിയമപരമായി വിവാഹം ചെയ്യുന്നത്. 6-7 വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായി തന്നെ വേർപിരിഞ്ഞു. കൊല്ലത്തെ കോടതിയിൽ വെച്ചായിരുന്നു ഡിവോഴ്സ്. ആ വിവാഹമോചനത്തിലേക്ക് എത്താൻ കാരണവും ഈ രേണു തന്നെയാണ്. ഇപ്പോൾ എന്നെ അറിയാവുന്ന കുറെ ആളുകളോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദറിലായിരുന്നു എന്നാണ്. 1 വർഷം അങ്ങനെ കൊണ്ടു നടന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. കൊല്ലത്തെ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ചേച്ചി രേണുവിനോട് പെൺകുട്ടിയെ അറിയാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ സുധിച്ചേട്ടൻ്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് രേണു പറഞ്ഞത്. എന്നാൽ അത് ശരിയല്ല എന്നും യുവതി പറയുന്നു. എൻ്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. കലാരംഗത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ അവസരങ്ങളിലേക്ക് കൊണ്ടുവന്നത് പുള്ളി തന്നെയായിരുന്നു. ഞാനും മിമിക്രി രംഗത്തായിരുന്നു. ഏഷ്യാനെറ്റിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2012 ഡിസംബർ 26 സുധി എന്നെ വിവാഹം ചെയ്യുന്നത്. കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എൻ്റെ ബന്ധുക്കളും എല്ലാം ചേർന്നാണ് വിവാഹം നടത്തിയത്. പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഓരോന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് താൻ തന്നെ നമുക്ക് തമ്മിൽ വിവാഹം കഴിച്ചുകൂടെ എന്ന് സുധിയോട് ചോദിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കിച്ചുവിന്റെ അമ്മ ശാലിനിയും ഞാനുമായി നല്ല ബന്ധമായിരുന്നു. ഫോണിൽ വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. രേണു സുധി ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമാണ് എന്നും ഈ യുവതി കൂട്ടിച്ചേർക്കുന്നുണ്ട്.